ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ ആലോചിക്കാനായി മുസ്ലിം രാജ്യങ്ങളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് തുർക്കി. കഴിഞ്ഞ ദിവസമാണ് ഖത്തർ, സൗദി അറേബ്യ, UAE, ജോർദാൻ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം തുർക്കി വിളിച്ചു ചേർത്തത്. ഇതേ രാജ്യങ്ങൾ തന്നെയായിരുന്നു UN പൊതുസഭ നടക്കുന്നതിനിടെ ഗസയിലെ സമാധാന പദ്ധതി ചർച്ച ചെയ്യാനായി US-ഉമായി കൂടിക്കാഴ്ച നടത്തിയതും. അതിനാൽ തന്നെ ഈ രാജ്യങ്ങളുടെ യോഗത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് തുർക്കി ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തത്. ഗസയിലെ പ്രതിസന്ധികളെക്കുറിച്ചായിരുന്നു യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. ഒപ്പം വെടിനിർത്തൽ കരാർ ശാശ്വത സമാധാന പദ്ധതിയാക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ഉയർന്നിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗസയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച് UN വേദികളിൽ മുസ്ലിം രാജ്യങ്ങൾ യോജിപ്പോടെ പ്രതികരിക്കേണ്ടതുണ്ട് എന്നും യോഗം വിലയിരുത്തിയിരുന്നു. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭയ്ക്കിടയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ രാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം ചേർന്ന് ട്രംപുമായി ചർച്ചയും നടത്തിയിരുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ യോഗത്തിൽ ഈജിപ്ത് പ്രതിനിധി പങ്കെടുത്തിരുന്നോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ചർച്ചയിലെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനെയും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെയുള്ള ശക്തമായ പ്രതികരണം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് തന്നെയാണ്. വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും ഇസ്രായേൽ വാക്കുപാലിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോയെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്നും അധിനിവേശം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെടുന്നുണ്ട്. ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കണമെന്നും അതാണ് പ്രാഥമികമായി നടപ്പിലാക്കേണ്ടിയിരുന്നത് എന്നുമാണ് യോഗത്തിലെ പ്രധാന ആവശ്യം. മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ ഫലസ്തീനികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ അതിനായി സമ്മർദ്ദം ചെലുത്തണമെന്നും യോഗം വിലയിരുത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഗസയിൽ സ്ഥിരമായൊരു സമാധാന സേന ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയും യോഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു സേനയിൽ തുർക്കി ഉണ്ടാകുന്നതിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ഫലസ്തീൻ ഭരണം ഫലസ്തീനികൾ നിയന്ത്രിക്കുന്ന അവസ്ഥയുണ്ടാകണമെന്നും അതിനായുള്ള ക്രമീകരണങ്ങളാണ് ഉടൻ നടപ്പിലാകേണ്ടതെന്നും യോഗം പറയുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫലസ്തീൻ ജനതയുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും യോഗത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ പ്രതിനിധികളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ തയ്യാറാക്കിയ ഗസ പുനർനിർമ്മാണ പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു. യോഗത്തിൽ ഉന്നയിച്ചതും പതിറ്റാണ്ടുകളായി ഈ രാജ്യങ്ങളെല്ലാം പറയുന്നതുമായ ദുരാഷ്ട്ര പരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെടുന്നുണ്ട്.